കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ CR രവി ഉദ്ഘാടനം ചെയ്തു. സന്തോഷമുള്ള കാര്യം, ഡോക്ടർ സാജു, ഡോക്ടർ ഇന്ദിര നമ്മുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് യോഗത്തിലെത്തി വന്നിരിക്കുകയാണ്. അവരെ അധ്യക്ഷൻ തന്നെ പരിചയപ്പെടുത്തിയിരുന്നു. ഈ കുടുംബസംഗമത്തില് പ്രതീക്ഷിച്ച ഒരു 8-10 പേരെങ്കിലും ഇന്ന് കുറവാണ് തോന്നുന്നു. അതൊരു അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ മെമ്പർമാർക്കൊരു ഉത്സാഹം കുറച്ചുകൂടെ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ പുഷ്പയുടെ വിട്ടുപോയി. കമ്മിറ്റി ഇവിടെ വന്നിരിക്കുന്നതെല്ലാം ചെറുപ്പക്കാരാണ്, പ്രായമുള്ളവരാ വരാത്തത്. ഡോക്ടർ ശാരദാമണിയൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും വരുന്ന കാണുമ്പോൾ സന്തോഷം തോന്നും, പക്ഷെ അവരുടെ ആ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുമ്പോൾ വിഷമം. പക്ഷെ അവരുടെ മനസ്സ് ഇവിടെ വന്ന് നമ്മുടെ കൂടെ കൂടാനുള്ള മനസ്സ് അത് കാണുമ്പോൾ, അതേപോലെ ഡോക്ടർ രാമദാസ്, എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബസംഗമത്തിൽ എത്തുന്ന ഒരു വ്യക്തി. അതേപോലെ എടുത്തു പറയേണ്ട ഒരു വ്യക്തി ഡോക്ടർ സത്യശീലൻ, ഡോക്ടർ മിത്ര. സത്യശീലന്റെ കാര്യം പറഞ്ഞ യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ചില ശാരീരിക പ്രശ്നം, മാനസികമായിട്ട് പുള്ളി ഇപ്പോഴും ഒരു 55-58 വയസ്സാണെങ്കിൽ അത് ശരീരം സമ്മതിക്കുന്നില്ല. എങ്കിലും എറണാകുളത്തെ പരിപാടികളിൽ ഒന്നും ഒഴിവാക്കാതെ അദ്ദേഹം വരുന്നത് പ്രത്യേക ഒരു ആത്മബന്ധം, നമ്മുടെ എല്ലാവരുമായിട്ടുള്ള ആത്മബന്ധമാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നത്. അതേപോലെ ഇവിടെ എത്തി ജില്ലയിൽ നിന്ന് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഡോക്ടർ സുശീലയുടെ കാര്യം പറഞ്ഞു. ഒരുപാട് നാളായി കണ്ടിട്ട് കേട്ടിട്ട്. അത് ഡോക്ടർ പറഞ്ഞു, സുശീല ഡോക്ടർ 2-3 പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് അതിന് നന്ദി പ്രകടിപ്പിച്ചു. അത് വളരെ സന്തോഷമുണ്ട്. അവിടെ എത്തിച്ചേർന്ന് രത്നാകരൻ ഡോക്ടറും എത്തിച്ചേരാത്തതിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ കൊണ്ട് അത് വരാത്തത്. അദ്ദേഹത്തിന് വരണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ഇതിനു മുമ്പ് പല മീറ്റിംഗിൽ എത്തിച്ചേരാത്ത ഡോക്ടർ ജയലക്ഷ്മി, ഡോക്ടർ അംബിക, അവരും സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ്. എങ്കിലും ഇന്നത്തെ യോഗത്തിൽ അവർ എത്തിച്ചേർന്നത് ഇന്ദിര, ഡോക്ടർ ഇന്ദിര, ഡോക്ടർ ജയലക്ഷ്മി, ഇന്ദിരമാർ 2-3 പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ കൂടിച്ചേരല് ഇതൊരു പ്രത്യേക അനുഭവമാണ്. നമ്മുടെ സർവീസിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും പരസ്പരം കണ്ടും, സർവീസിലുള്ള കാലത്ത് നമ്മൾ ഇതേപോലെയുള്ള കൂടിച്ചേരലില്ല എന്ന് പറയാം. അത് ഔദ്യോഗികമായിട്ടുള്ള മീറ്റിങ്ങുകളാണ്. പക്ഷെ ഇതല്ല, ഇതൊരു പ്രത്യേക കുടുംബം എന്നുള്ള ആ ഒരു ആത്മബന്ധം അത് പുലർത്തിക്കൊണ്ടുള്ള നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും ഉണർത്താനും ഉള്ള ഒരു അവസരം അത് വളരെ മനോഹരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയും തുടർന്ന് അതെല്ലാം ഉണ്ടാവണം. ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് ഞാൻ വിഷമിപ്പിക്കുന്നില്ല എന്നുണ്ട്. ജയലക്ഷ്മിയെ എടുത്ത് പറയാനുള്ളത്, ശാരദാമണിയുടെ ആവശ്യ കാര്യങ്ങൾ പറഞ്ഞു, സത്യശീലന്റെ പറഞ്ഞു. അങ്ങനെ എടുത്ത് പറയേണ്ട ചില ആൾക്കാരെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇന്ന് വരേണ്ട ഒരു ഈസ മുഹമ്മദ്, ഹസൻ മുഹമ്മദ്, 2 പേര് സ്ഥിരം നമ്മുടെ അംഗങ്ങളാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എത്തിച്ചേരേണ്ടതായിരുന്നു. ഇന്നത്തെ സമയം സുബ്രഹ്മണ്യൻ നമ്പൂതിരി, CK ശശി, അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന കുറെ ആൾക്കാരെ കാണാത്തതിൽ ഒരു പ്രയാസം. ഇതൊരു സന്തോഷത്തിന്റെ അവസരമാണ്. നേരത്തെ ഡോക്ടർ വിധുവർമ്മയായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പലതും കുട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ചില അവസരങ്ങൾ. അപ്പൊ നമ്മുടെ പഴയ കാര്യങ്ങളും എല്ലാം ഓർക്കാനും അത് ഓർമ്മ പുതുക്കാനും പുതിയ ആൾക്കാരുമായിട്ട് സഹകരിക്കാനും എല്ലാവരും അവസരം. അത് വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. ചടങ്ങായിട്ട്
കഴിഞ്ഞ് എനിക്ക് പ്രാക്ടീസാണ് വരാൻ പറ്റില്ല എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ വന്ന് നിന്ന് ആസ്വദിച്ചാൽ പിന്നീട് അവർക്ക് വരാൻ തോന്നും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരും മനഃപൂർവ്വം ഒഴിവാക്കുന്ന അല്ലെങ്കിലും ഇങ്ങനെ ഒരു കൂടിച്ചേരല് അത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇത്ര അംഗങ്ങളെ പങ്കെടുപ്പിക്കാൻ അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ എറണാകുളം ജില്ലയിലെ ഡോക്ടർ സുന്ദരേശ്വരൻ നായരും ഡോക്ടർ ഷെയ്ദ്, ഇവർ രണ്ടുപേരുടെയും ആ വിസ്തൃതമായ പ്രവർത്തനം എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും ഈ ഇതിൽ പങ്കെടുപ്പിക്കാൻ അവരെ പ്രചോദിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനം അത് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇപ്പോഴും അവർ യാതൊരു കുറവില്ലാതെ സുന്ദരേശ്വരൻ നായർ ഏറ്റവും മുന്നിട്ട് നിന്ന് അത് നടത്തുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മറ്റുള്ള ജില്ലകൾക്കും ഒരു പ്രചോദനം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ അത് അത്രയ്ക്ക് കാണുന്നില്ല. കോഴിക്കോട് ജില്ല മാത്രം കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കുടുംബസംഗമം നടത്താൻ. കൊല്ലം, കോഴിക്കോട് ഈ കുടുംബസംഗമത്തിന് പ്രത്യേക അനുഭവമാണ്. അത് പുതിയ അംഗങ്ങൾക്കും 1-2 മീറ്റിങ്ങിൽ വന്നു കഴിയുമ്പോൾ അത് ഇനി വരണം എന്ന് തോന്നും. അതൊരു പ്രത്യേക അനുഭവമായിരിക്കും. ഞാൻ കൂടുതൽ ഒന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇനി ആശംസകൾ പറയാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് സ്വീകരണം സന്തോഷം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കച്ചേരിപ്പടി ആൻഡൺ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എൻ സുന്ദരേശ്വരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മുതിർന്ന ദമ്പതിമാരെ ആദരിച്ചു. മുതിർന്ന അംഗങ്ങൾക്ക് ഓണക്കോടികളും വിതരണം ചെയ്തു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി.